ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ അനീഷും ഷാനവാസും സ്ഥിരമായിട്ടിരിക്കുന്നവരുടെ ഒരു ഇരിപ്പിടം ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഇങ്ങനെ കോമഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഹാവിങ് ഫൺ. അവരിങ്ങനെ ഫണ്ണടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ. പറയുന്നത് എന്താണ്? ഞാൻ മുത്തുമണി ഗൗണ്ടർ. ഷാനവാസ് പറയുന്നത് മുത്തുമണി ഗൗണ്ടർ ആണെന്ന് പറയുന്നുണ്ട്. അവര് പെരിയ ആള്, തെങ്കാശിയിൽ ഇറക്കറ മുത്തുമണി ഗൗണ്ടർ എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. അപ്പൊ അനീഷ് ഈ ഒരു ആക്ടിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓ, മുത്തുമണി ഗൗണ്ടറാ, കേരള എല്ലാം വന്നിരിക്കയാ. കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്, തൃശ്ശൂർ എല്ലാം വന്നിരിക്കെ. തൃശ്ശൂരൊക്കെ നെക്സ്റ്റ് മന്ത് ഒക്കെ വന്നാൽ ഫുൾ ആനയായിരിക്കും എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. ആലപ്പി ഹൗസ് ബോട്ട് എല്ലാം വന്നിർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ്. പിന്നെ അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് വേല എന്നാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുകയാണ് സ്മഗ്ലിംഗ്, പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് വേല എന്നൊക്കെ പറയുന്നത്. ഇപ്പം അനീഷ് കെട്ട മനിതൻ. അങ്ങനെ ഇവരിങ്ങനെ ഫണ്ണടിച്ചവിടെ ഇരിക്കുകയാണ്. പിന്നെ ജിഷിന് അപ്പുറത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അനീഷാണോ ഷാനവാസാണോ ആരാണെന്ന് അറിയത്തില്ല, അന്ന് ആള് కొంచెం ലൂസാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോ ജിഷിന് ഈ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. ഓൾറെഡി പുള്ളിക്ക് ഇത്തിരി പൂച്ചക്കണ്ണുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ പറ്റി എന്താ പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതാണ് ലൈവിനകത്ത് ഈ ഒരു സംഭവമായിരുന്നു. എനിക്ക് കണ്ടിട്ട് ചിരി വന്നു. ഇവരുടെ ഈ ഒരു കോംബോ നല്ല രസമായിട്ട് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കാണാൻ നല്ല എന്റർടൈനിങ് ആണ്. രണ്ടുപേരും ഇങ്ങനെ ഈ ചിരിച്ച് കളിച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഷാനവാസിനാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും അധികം എന്റർടൈൻമെന്റ് ഇത് ഈ ഒരു സംഭവത്തിലൂടെ. അനീഷിനെ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ വട്ട് കളിപ്പിക്കാൻ ഷാനവാസിന് വളരെയധികം ഇഷ്ടമാണ്. അത് അനീഷിന് തിരിച്ചും ആ വട്ടുകളിക്ക് ആദ്യം നിന്ന് കൊടുക്കത്തില്ലായിരുന്നു, ഇപ്പം നിന്ന് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും